ഈ സുമതി വളവ് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഈ വിവാദത്തിൽ അണിയറ പ്രവർത്തകരുടെ ആരോപണത്തിൽ നടൻ ഉണ്ണി മുകുന്ദൻ ഇന്ന് ഒരു പക്ഷേ വ്യക്തത വരുത്തിയേക്കും. മുരളി കുന്നുംപുറത്തിന്റെ ആരോപണത്തിനും സോഷ്യൽ മീഡിയയിലെ പ്രചാരണത്തിനും പിന്നിൽ ഉണ്ണി മുകുന്ദന് പങ്കുണ്ടെന്ന് സംശയിക്കുന്നു എന്നാണ് സംവിധായകൻ വിഷ്ണു ശശിയുടെ ആരോപണം. മാളികപ്പുറം സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് നിലവിലുള്ള വിവാദങ്ങൾക്ക് പിന്നിലെന്നും ആരോപണമുണ്ട്. മനീഷ് ഐഷ മാത്യു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം തത്സമയമുള്ളത്. മനീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ സുമതി വളവ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇന്നലെ വാർത്താ സമ്മേളനം, അതും കുറച്ചധികം സമയം നീണ്ടുനിന്ന വാർത്താ സമ്മേളനമാണ് അവർ നടത്തിയത്. അതിൽ നടൻ ഉണ്ണി മുകുന്ദന്റെ പേര് പരാമർശിച്ചിരുന്നു. ഇപ്പോഴത്തെ ഈ വിവാദങ്ങൾക്കൊക്കെയും പിന്നിൽ ഉണ്ണി മുകുന്ദൻ ഉണ്ട് എന്ന ആരോപണം കൂടി ഉന്നയിച്ചിരുന്നു. അപ്പം ഉണ്ണി മുകുന്ദൻ ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? സീതലക്ഷ്മി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം അഭിലാഷ് നടത്തിയതുപോലെ തന്നെയുള്ള ഒരു വാർത്താ സമ്മേളനത്തിലേക്കൊന്നും കടന്നില്ലെങ്കിൽ കൂടെ ഒരു വ്യക്തത ഉണ്ണിമുകുന്ദൻ വരുത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ മുരളി പ്രൊഡ്യൂസറായിട്ടുള്ള മുരളിയുടെ ഒരു ലൈവിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം നടക്കുന്നത്. അതിലൊരു വ്യക്തത വരുത്താനാണ് ഇന്നലെ അഭിലാഷ് അടക്കമുള്ളവർ വന്ന് പത്രസമ്മേളനം നടത്തുകയും ചില തെളിവുകളൊക്കെ ഹാജരാക്കി ആരോപണങ്ങൾ മുഴുവൻ നിഷേധിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ വീണ്ടും ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ണിമുകുന്ദന്റെ പേര് ോടെയാണ് നിലവിൽ ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ഉണ്ണിമുകുന്ദന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഉണ്ണിമുകുന്ദന്റെ പേരിൽ, അതായത് ഈ മാളികപ്പുറം സിനിമയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഉണ്ണിമുകുന്ദനുണ്ടായ ചില നീരസങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് സംവിധായകനും അതുപോലെ തന്നെ പ്രൊഡ്യൂസറും പറയുന്നത്. അക്കാര്യത്തിൽ ഒരു വ്യക്തത ഒരുപക്ഷെ ഉണ്ണിമുകുന്ദൻ നിന്ന് വരുത്തിയേക്കും. മാത്രമല്ല, മുരളി പറഞ്ഞ മറ്റൊരു കാര്യം, തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഉണ്ണിമുകുന്ദൻ മറ്റൊരു സിനിമയ്ക്ക് തനിക്കൊപ്പം വർക്ക് ചെയ്യാമെന്നുള്ള കാര്യം സമ്മതിക്കുകയും ചെയ്തെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇക്കാര്യങ്ങളിലടക്കം ഉണ്ണിമുകുന്ദന്റെ ഒരു വിശദീകരണം ഒരുപക്ഷെ ഇന്ന് വന്നേക്കും. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള പ്രചാരണമാണ് ഉണ്ണിമുകുന്ദനെതിരെ ഉയരുന്നത്. അത് മാളികപ്പുറം സിനിമയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ണിമുകുന്ദന്റെ പേരിൽ പല ഊഹാപോഹകൾ കഥകളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനൊരു അവസാനം കുറിക്കുക എന്നുള്ളത് ഉണ്ണിമുകുന്ദന്റെ കൂടി ആവശ്യമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് ഉണ്ണിമുകുന്ദന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരിക്കും. അതൊരുപക്ഷെ വാർത്താ സമ്മേളനം അങ്ങനെ ആയിരിക്കണം എന്നില്ല, ഒരുപക്ഷെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരിക്കും. എന്നിരുന്നാലും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ തന്നെയാണ് ഉണ്ണിമുകുന്ദന്റെ തീരുമാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം നടത്തിയ മുരളിയുടെ ലൈവാണ് ഈ ഇത്തരം വിവാദങ്ങളിലേക്ക് വലിച്ചഴിച്ചത്. ഇന്നലെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, മുരളി നടത്തിയ ആരോപണങ്ങളെല്ലാം തന്നെയും അഭിലാഷ് അടക്കമുള്ളവർ തള്ളിയിരുന്നെങ്കിലും ഇപ്പോഴും ഇതൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയെ തുടരുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഉണ്ണിമുകുന്ദൻ ഇക്കാര്യത്തിൽ ഇന്ന് ഒരു വ്യക്തത വരുത്തിയേക്കും. ഓക്കെ മനീഷേ.